Hi students, welcome to CUET question paper discussion. അപ്പോൾ അതിലെ ഫിസിക്സ് പാർട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ക്വസ്റ്റ്യൻസ് നമ്മളൊന്ന് ജനറലി ഒന്ന് മൊത്തത്തിൽ നോക്കിക്കഴിയുമ്പോൾ ഒരുപാട് സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഉണ്ട്, പിന്നെ കുറച്ച് നമുക്ക് സോൾവ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. പക്ഷേ എന്നാലും നമുക്ക് ഓൾമോസ്റ്റ് ഒരു ഒരു 45 മിനിറ്റ്സിലൊക്കെ നമുക്ക് സുഖമായിട്ട് സോൾവ് ചെയ്ത് തീർക്കാവുന്ന ഒരു പേപ്പറാണ്. ലെറ്റ്സ് ഗോ ടു ദ ക്വസ്റ്റ്യൻ പേപ്പർ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഇൻസൈഡ് എ കണ്ടക്ടിങ് സ്പിയർ. ഒരു കണ്ടക്ടിങ് സ്പിയറിനകത്തുള്ള ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. നമുക്കറിയാം കണ്ടക്ടേഴ്സിനകത്ത് അണ്ടർ ഇലക്ട്രോസ്റ്റാറ്റിക് ഇക്വിലിബ്രിയം ഇലക്ട്രിക് ഫീൽഡ് 0 ആണ്, അതുകൊണ്ട് തന്നെ പൊട്ടൻഷ്യൽ കോൺസ്റ്റൻറ്റുമാണ്. സോ അവർ ആൻസർ ഈസ് റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. സോ ക്വസ്റ്റ്യൻ നമ്പർ 1 ഓപ്ഷൻ 2. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കിങ്ങനെ ഒരു കപ്പാസിറ്റർ വന്നിട്ടുണ്ട്, അതിനകത്ത് ഇങ്ങനെ 2 ഡൈലക്ട്രിക്സ് ഫില്ല് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ കപ്പാസിറ്ററിൻ്റെ കണക്ഷൻസ് വരുന്നത് ഇങ്ങനെയാണ്. കാരണം ഇതല്ലേ പ്ലേറ്റ്സ്, ഇതല്ലേ നമ്മുടെ കപ്പാസിറ്റർ പ്ലേറ്റ്സ് എന്ന് പറയുന്നത് ഇതല്ലേ. ഓക്കെ, അപ്പോൾ ഇത് കപ്പാസിറ്റർ പ്ലേറ്റ്സ് എന്ന് പറയുമ്പോൾ ഇതാണ് നമ്മൾ അതിന് കൊടുക്കുന്ന ലീഡ്സ്. ഒരെണ്ണം ഇതും, ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ലീഡ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 2 ലീഡ്സ്. ഓക്കെ, ഇനി ഇപ്പോൾ 2 ഡൈലക്ട്രിക്കിനും ഏരിയ സെയിം ആണ്, അതായത് കപ്പാസിറ്റർ പ്ലേറ്റിന് എത്ര ഏരിയ ഉണ്ടോ സെയിം ഏരിയ ആണ്, പക്ഷേ തിക്നെസ് D1 D2 ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇവിടെ 2 കപ്പാസിറ്റേഴ്സ് നമ്മൾ അസ്യൂം ചെയ്യും. ഒരു കപ്പാസിറ്റർ ഇങ്ങനെ, ദാറ്റ് ഈസ് C1, അടുത്ത കപ്പാസിറ്റർ ഇങ്ങനെ, ദാറ്റ് ഈസ് C2. ഇങ്ങനെ 2 കപ്പാസിറ്റേഴ്സ് നമ്മൾ ഇതിനകത്ത് അസ്യൂം ചെയ്യും. അപ്പോൾ അതിനകത്ത് C1 എന്ന് പറഞ്ഞാൽ K1 ε0 A ബൈ ഡിസ്റ്റൻസ് D1. സോ ദാറ്റ് ഈസ് C1. അതേപോലെ C2, അപ്പോൾ ശരിക്കും ഇത് D1ഉം ഇത് D2 ആണ് കേട്ടോ. ദിസ് ഈസ് D2, ദിസ് ഈസ് D1, ദിസ് ഈസ് D2 ഡിസ്റ്റൻസ്. അപ്പോൾ C2 എന്ന് പറഞ്ഞാൽ K2 ε0 A ബൈ D2. അപ്പോൾ നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ 2 കപ്പാസിറ്റേഴ്സ് ഇരിക്കുന്നത് സീരീസിലാണ്. അപ്പം സീരീസിലാകുമ്പം എഫക്റ്റീവ് കപ്പാസിറ്റൻസിൻ്റെ ഇക്വേഷൻ വരുന്നത് എങ്ങനെയാണ്? സോ ലെറ്റ്സ് സോൾവ് ഇറ്റ്. സീരീസിലാകുമ്പോൾ എഫക്റ്റീവ് കപ്പാസിറ്റൻസിൻ്റെ ഇക്വേഷൻ വരുന്നത് എങ്ങനെയാണ്? 1/C ഈസ് ഈക്വൽ ടു 1/C1 പ്ലസ് 1/C2. സോ ദാറ്റ് ഈസ് 1/C ഈക്വൽ ടു 1/C1. C1 എന്ന് പറഞ്ഞാൽ K1 ε0 A ബൈ D1 പ്ലസ് 1/C2. C2 എന്ന് പറഞ്ഞാൽ K2 ε0 A ബൈ D2. ഇനി 1/C, ഈ C എന്ന് പറഞ്ഞാൽ ഈ 2 ഡൈലക്ട്രിക്കിന് പകരം നമ്മളൊരു സിംഗിൾ ഡൈലക്ട്രിക്ക് പ്ലേസ് ചെയ്താൽ, 2 ഡൈലക്ട്രിക്കിന് പകരം ഒരു സിംഗിൾ ഡൈലക്ട്രിക്ക് വെച്ചാൽ അതിൻ്റെ ആണ് നമ്മൾ ഈ C എന്ന് പറയുന്നത്. സോ ദാറ്റ് ഈസ് 1/C. സിയുടെ സ്ഥാനത്ത് K ε0 A ബൈ D. D എന്ന് പറഞ്ഞാൽ D1 പ്ലസ് D2. D എന്ന് പറയുമ്പം D1 പ്ലസ് D2, ദാറ്റ് ഈസ് ഈക്വൽ. അപ്പോൾ നമുക്കിവിടെ ആ ε0 A 1/ε0 A കോമൺ ആയിട്ട് പുറത്തെടുക്കാം. ബാക്കി D1 ബൈ K1 പ്ലസ് D2 ബൈ K2. ഓക്കെ, ഇനി ഇത് നമ്മളിതൊന്ന് സിംപ്ലിഫൈ ചെയ്താൽ മതി. ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്താൽ നമ്മുടെ ആൻസറായി. സോ ദാറ്റ് ഈസ്, ഇതിൽ ഈ ε0 A ഞാൻ കട്ട് ചെയ്യുകയാണ്. അപ്പോൾ എനിക്ക് D1 പ്ലസ് D2 ബൈ K. അപ്പോൾ ഈ K എന്താണെന്നാണ് നമ്മുടെ ചോദ്യം, എഫക്റ്റീവ് ഡൈലക്ട്രിക് കോൺസ്റ്റൻറ്റ്. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ D1 K2 പ്ലസ് D2 K1 ബൈ K1 K2. ഓക്കെ, സോ ഫ്രം ദാറ്റ് നമ്മൾ ഫൈനൽ ഡൈലക്ട്രിക് കോൺസ്റ്റൻറ്റ് K ഈസ് ഈക്വൽ ടു K1 K2 ഇൻറ്റു D1 പ്ലസ് D2, K1 K2 ഇൻറ്റു D1 പ്ലസ് D2 ബൈ ഡിവൈഡഡ് ബൈ D1 K2 പ്ലസ് D2 K1. ഓക്കെ, സോ ദാറ്റ് ഈസ് K1 K2 ഇൻറ്റു, ഓക്കെ, അപ്പോൾ ഏത് ഓപ്ഷൻ വരുമെന്ന് നോക്കിയാൽ K1 K2 into D1 plus D2, K1 D2 plus D2 K1. That is option 3. That is option 3. So question number 2, option 3. ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ഓരോ ഡൈലക്ട്രിക്കിനകത്ത് നമ്മൾ ഓരോ കപ്പാസിറ്റർ അങ്ങ് അസ്യൂം ചെയ്താൽ മതി. കുറച്ച് സിമ്പിളായിട്ട് നമുക്കതങ്ങ് സോൾവ് ചെയ്ത് തീർക്കാം. കമ്മിങ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അതൊരു കപ്പാസിറ്റൻസി എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്.
ഒരു പാരപ്ലേറ്റ് കപ്പാസിറ്റർ, അതിന് 10 മൈക്രോ ഫാരഡ് ഉണ്ട്. ഒരു പാരപ്ലേറ്റ് കപ്പാസിറ്റർ, അപ്പോൾ കപ്പാസിറ്റൻസ് 10 മൈക്രോ ഫാരഡ്, അപ്പോൾ 10 × 10⁻⁻6 ഫാരഡ്. ഒരു ഡയലക്ട്രിക് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ പൊട്ടൻഷ്യൽ 1/4 ആയി ഒറിജിനൽ വാല്യൂവിൻ്റെ. അങ്ങനെയാണെങ്കിൽ നമ്മൾ വെച്ച ഡയലക്ട്രിക് കോൺസ്റ്റൻറ്റ് എന്താണ് എന്നാണ് അവരുടെ ചോദ്യം. അപ്പോൾ നമുക്കറിയാം പൊട്ടൻഷ്യൽ V ഈസ് ഈക്വൽ ടു Q/C ആണ്. പൊട്ടൻഷ്യൽ V ഈസ് ഈക്വൽ ടു Q/C ആണ്. അപ്പോൾ പുതിയ പൊട്ടൻഷ്യൽ V' എന്ന് പറഞ്ഞാൽ നമ്മൾ ഡയലക്ട്രിക്ക് വെച്ചപ്പോൾ കപ്പാസിറ്റൻസിന് വ്യത്യാസം വന്നു. സോ പുതിയ കപ്പാസിറ്റൻസ് C'. സോ V' ഈസ് ഈക്വൽ ടു Q/. നമുക്കറിയാം ഡയലക്ട്രിക്ക് വെക്കുമ്പോൾ കപ്പാസിറ്റൻസ് K ടൈംസ് ആവും. സോ ദാറ്റ് ഈസ് Kc. അപ്പോൾ ഇതിൽ Q/C എന്ന് പറഞ്ഞാൽ ആദ്യം ഉണ്ടായിരുന്ന പൊട്ടൻഷ്യലാണ്. സോ V' ഈസ് ഈക്വൽ ടു V/K. സോ V' എന്ന് പറഞ്ഞാൽ അവർ ക്വസ്റ്റിന് പറഞ്ഞിട്ടുണ്ട് പൊട്ടൻഷ്യൽ എത്ര ടൈംസ് ആയി, 1/4 ടൈംസ് റെഡ്യൂസ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ V' സ്ഥാനത്ത് V/4 ഈസ് ഈക്വൽ ടു V/K. സോ V കട്ട് ചെയ്യാം. സോ K ഈസ് ഈക്വൽ ടു 4 എന്ന് വരും. സോ ദാറ്റ് ഈസ് ഡയലക്ട്രിക് കോൺസ്റ്റന്റ് 4. ക്വസ്റ്റ്യൻ നമ്പർ 3 ഓപ്ഷൻ 1. ക്ലിയർ? വി ആർ ഗോയിങ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വീണ്ടും കപ്പാസിറ്റൻസി എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഓഫ് എ പാരപ്ലേറ്റ് കപ്പാസിറ്റർ ക്യാൻ ബി ഇൻക്രീസ്ഡ് ബൈ. ഒരു പാരപ്ലേറ്റ് കപ്പാസിറ്റർ കപ്പാസിറ്റൻസ് എങ്ങനെ കൂട്ടാം? നമുക്കറിയാം കപ്പാസിറ്റൻസിൻ്റെ ഇക്വേഷൻ C ഈസ് ഈക്വൽ ടു ഡയലക്ട്രിക് ഉണ്ടെങ്കിൽ K ε0 A/D. ഇതിൽ ഇൻക്രീസിങ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് അത് നല്ലൊരു ഓപ്ഷൻ അല്ല, കാരണം D കൂട്ടിയ കപ്പാസിറ്റൻസ് കുറയും. ഡിക്രീസിങ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ്, അപ്പോൾ D കുറച്ചാൽ കപ്പാസിറ്റൻസ് കൂടും. ദാറ്റ് ഈസ് ഓപ്ഷൻ 2. സോ ക്വസ്റ്റ്യൻ നമ്പർ 4 ഓപ്ഷൻ 2. ഓക്കെ. Equipotential at a great distance from a collection of charges whose total sum is not 0 or approximately. കളക്ഷൻ ഓഫ് ചാർജസ്, അപ്പോൾ അത് കുറേ ചാർജസിൻ്റെ കളക്ഷൻ, പ്ലസ് മൈനസ് പ്ലസ് മൈനസ് മൈനസ് പ്ലസ് പ്ലസ്, ഇങ്ങനെ കുറേ ചാർജസിൻ്റെ കളക്ഷന്. ഇതിൽ നിന്ന് ഒരുപാട് ഡിസ്റ്റൻസ് മാറി. അപ്പോൾ അത് പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ സമ്മ് 0 അല്ല. ഒരു നെറ്റ് ചാർജ് ഉണ്ട്, ചാർജിൻ്റെ കളക്ഷൻ. ഇതിൽ നിന്ന് ഒരുപാട് ഡിസ്റ്റൻസ് മാറിയൊരു സ്ഥലം എടുത്താൽ ഇക്വിപൊട്ടൻഷ്യൽ എങ്ങനെ വരുമെന്നാണ് ചോദ്യം. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് സിമ്പിളായിട്ട് ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഇതിൽ നിന്ന് ഒരുപാട് ഡിസ്റ്റൻസ് ദൂരെ പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ നെറ്റ് ചാർജ് എത്രയാണോ അതൊരു പോയിന്റ് ചാർജായിട്ട് നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റും, കാരണം ഡിസ്റ്റൻസ് ഒരുപാട് വലുതാണ്. ഇതിൻ്റെ നെറ്റ് ചാർജ് എന്താണോ വരുന്നത്, ഇതിൻ്റെ നെറ്റ് ചാർജ് എന്താണോ വരുന്നത് അതൊരു പോയിന്റ് ചാർജായിട്ട് നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നത് ഒരു ലാർജ് ഡിസ്റ്റൻസിലുള്ള പൊട്ടൻഷ്യലിനെ പറ്റിയാണ് അവർ ചോദിക്കുന്നത്. അപ്പം ഒരു പോയിന്റ് ചാർജായിട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കറിയാം ഇക്വിപൊട്ടൻഷ്യൽ സർഫസസ് സ്പിയേഴ്സ് ആണ്, കോൺസെൻട്രിക് സ്പിയേഴ്സ് ആണ്. സോ ദാറ്റ് ഈസ് ഓപ്ഷൻ 1. ദാറ്റ് ഈസ് ഓപ്ഷൻ 1. ക്വസ്റ്റ്യൻ നമ്പർ 5 ഓപ്ഷൻ 1. ഓക്കെ. അപ്പോൾ ഇലക്ട്രിക് ഫ്ലക്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇലക്ട്രിക് ഫ്ലക്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഗോസസ് തിയറം പ്രകാരം നെറ്റ് ഫ്ലക്സ് ത്രൂ എ ക്ലോസ്ഡ് സർഫസ് ഈസ് ഈക്വൽ ടു ചാർജ് എൻക്ലോസ്ഡ് ബൈ ε0 ആണ്. ചാർജ് എൻക്ലോസ്ഡ് ബൈ ε0. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് ഈ 4 സർഫസും ക്ലോസ്ഡ് ആണ്. 4ൻ്റെയും എൻക്ലോസ്ഡ് ചാർജ് +Q ആണ്. അതായത് എൻക്ലോസ്ഡ് ചാർജ് സെയിം ആണ്, എൻക്ലോസ്ഡ് ചാർജ് സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ 4 പേരുടെയും ഫ്ലക്സും സെയിം ആയിരിക്കും. എൻക്ലോസ്ഡ് ചാർജ് സെയിം ആണെങ്കിൽ 4 പേരുടെയും ഫ്ലക്സും സെയിം ആയിരിക്കും. ഈസ് ദ സെയിം ഫോർ ഓൾ ദ ഫിഗേഴ്സ്. ഓപ്ഷൻ 4 വരും. ക്വസ്റ്റ്യൻ നമ്പർ 6 ഓപ്ഷൻ 4. ഇലക്ട്രിക് ചാർജ് ബിറ്റ്വീൻ 2 ബോഡീസ് ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് ബൈ. ഓക്കെ. ഇപ്പോൾ 2 ഒബ്ജക്ട്സ്, 2 ന്യൂട്രൽ ബോഡി ചുമ്മാ കൊണ്ടുവന്ന് നമ്മളിങ്ങനെ അടുപ്പിച്ച് വെച്ചെന്ന് വിചാരിച്ച് ചാർജസ് ഉണ്ടാവില്ല. സോ ബൈ സ്റ്റിക്കിംഗ് പറ്റില്ല, ബൈ റബ്ബിങ്. ഓക്കെ, ദാറ്റ് ഇസ് ദ കറക്റ്റ് ആൻസർ. 2 ന്യൂട്രൽ ബോഡീസ് എടുത്ത് റബ്ബ് ചെയ്താൽ ദേ വിൽ ഗെറ്റ് ചാർജ്ഡ്. സോ ബൈ റബ്ബിംഗ്, ദാറ്റ് ഈസ് യുവർ ആൻസർ. സോ ക്വസ്റ്റ്യൻ നമ്പർ 7 ഓപ്ഷൻ 2. ഓക്കെ. ഫോട്ടോ ഇലക്ട്രോൺസ് എമിറ്റഡ് ഫ്രം എ മെറ്റൽ ഹൗ. ഓക്കെ. അപ്പോൾ ഒരു മെറ്റലിൽ നിന്ന് ഫോട്ടോ ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യുമ്പം നമുക്കറിയാം ആ പുറത്തിറങ്ങുന്ന ഫോട്ടോ ഇലക്ട്രോൺസിൻ്റെ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് 0 മുതൽ ഒരു KE മാക്സ് വരെ. അതായത് എല്ലാ ഫോട്ടോ ഇലക്ട്രോൺസും ഒരേ കൈനറ്റിക് എനർജിയിലല്ല മെറ്റലിൻ്റെ സർഫസിൽ നിന്ന് വരുന്നത്. ചിലത് ജസ്റ്റ് സർഫസിന് പുറത്തേക്ക് വരും, ചിലർക്ക് മാക്സിമം കാണും. അപ്പോൾ ഈ ഒരു റേഞ്ചിലാണ് വരുന്നത്. ഓക്കെ. സോ ഡിഫറൻറ്റ് സ്പീഡ് സ്റ്റാർട്ടിങ് ഫ്രം 0 ടു എ സർട്ടൺ മാക്സിമം. ഓപ്ഷൻ 1. ദാറ്റ് ഈസ് കറക്റ്റ്. ഫോട്ടോൺസിൻ്റെ പ്രത്യേകത എന്താ? അവർ ലൈറ്റിൻ്റെ പാർട്ടിക്കിൾസ് ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്യുന്നവരാണ്. ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണ്. ന്യൂട്രൽ ആയതുകൊണ്ട് തന്നെ അതിനെ ഇലക്ട്രിക് ഫീൽഡോ മാഗ്നറ്റിക് ഫീൽഡോ വെച്ച് ഡിഫ്ലക്ട് ചെയ്യാൻ പറ്റില്ല. ദാറ്റ് ഈസ് ഓപ്ഷൻ 1.
ട്രിഷ്യം ഈസ് ആൻ ഐസോടോപ്പ് ഓഫ് ഹൈഡ്രജൻ. ട്രിഷ്യം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഹൈഡ്രജൻ്റെ ഐസോടോപ്പാണ്. അപ്പോൾ ഒരു പ്രോട്ടോണും 2 ന്യൂട്രോണും. ഇതാണ് ട്രിഷ്യത്തിൻ്റെ ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. ഒരു പ്രോട്ടോണും 2 ന്യൂട്രോണും. അപ്പോൾ സാധാരണഗതിയിൽ നമുക്കറിയാം ഒരു ഫ്രീ ആയിട്ട് നിൽക്കുന്ന ഒരു ന്യൂട്രോണ് അത് എന്ത് ചെയ്യും, ഒരു പ്രോട്ടോണും ഇലക്ട്രോണുമായിട്ട് ഡിസോസിയേറ്റ് ചെയ്യും. പിന്നെ ഒരു ആൻറ്റി ന്യൂട്രീനോ അത് എമിറ്റ് ചെയ്യും. സോ ഒരു ഫ്രീ ന്യൂട്രോൺ ഇങ്ങനൊരു ഇതിലേക്ക് മാറും. ഓക്കെ, ഇതൊരു സ്പോണ്ടേനിയസ് റിയാക്ഷൻ ആണ്. കാരണം പ്രോട്ടോണിന് സ്റ്റെബിലിറ്റി ന്യൂട്രോണുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കൂടുതലാണ്. അപ്പോൾ ട്രിഷ്യത്തിലെ ഒരു ന്യൂട്രോൺ പ്രോട്ടോണായിട്ട് മാറുന്നു. ട്രിഷ്യത്തിലെ ഒരു ന്യൂട്രോൺ പ്രോട്ടോണായിട്ട് മാറുന്നു. അപ്പോൾ 2 പ്രോട്ടോൺ വരും. 2 പ്രോട്ടോണും പിന്നെ ബാക്കി ഒരു ന്യൂട്രോണേ ഉള്ളൂ. 2 പ്രോട്ടോൺ എന്ന് പറഞ്ഞാൽ ആറ്റോമിക് നമ്പർ 2. സാധനം ഹീലിയമാവും. ഹീലിയത്തിൻ്റെ ഒരു ഐസോട്ടോപ്പാവും. ഹീലിയത്തിൻ്റെ ഐസോട്ടോപ്പാവും. ദാറ്റ് ഈസ് He2 ആയിട്ട് മാറും. ഇത് ആദ്യം ഉണ്ടായിരുന്നത് H13 ആയിരുന്നു ട്രിഷ്യം. അത് ഹീലിയത്തിൻ്റെ ഐസോട്ടോപ്പായിട്ട് മാറും. അത് അല്ലെങ്കിൽ നമുക്കറിയാം ട്രിഷ്യം റേഡിയോ ആക്റ്റീവാണ്. ഈ ഒരു റീസൺ കൊണ്ടാണ് അത് റേഡിയോ ആക്റ്റീവ് എന്ന് പറയുന്നത്. അതിൻ്റെ ആ ഒരു ന്യൂട്രോൺ ഇങ്ങനെ ഡിസോസിയേറ്റ് ചെയ്ത് ഹീലിയമായിട്ട് മാറും. ആ ഹീലിയം വിച്ച് ഈസ് മോർ സ്റ്റേബിൾ, അത് സ്റ്റേബിളുമാണ്. കാരണം ആ ഹീലിയത്തിൻ്റെ ബൈൻഡിങ് എനർജി കൂടുതലാണ്. ട്രിഷ്യത്തിനേക്കാൾ ആ ഹീലിയത്തിന് ബൈൻഡിങ് എനർജി കൂടുതലാണ്. ഓക്കെ, സോ ദാറ്റ് ഈസ് എ റീസൺ ട്രിഷ്യം എനർജി ഈസ് ലെസ് ദാൻ. യെസ്, ഹീലിയത്തിന് ബൈൻഡിങ് എനർജി കൂടുതലാണ്. ദാറ്റ് ഈസ് ഓപ്ഷൻ 1. ക്വസ്റ്റ്യൻ നമ്പർ 10 ഓപ്ഷൻ 1. Which one of the following statements is correct? Potentiometer is used to measure the current in a circuit. അല്ല. Potentiometer is used to measure the internal resistance of a cell. കറക്റ്റ്. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. NCERT നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. പൊട്ടൻഷ്യോമീറ്ററിൻ്റെ ആപ്ലിക്കേഷൻസ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ടു കമ്പയർ ദ EMF ഓഫ് 2 സെൽ ഒരു ആപ്ലിക്കേഷൻ ആൻഡ് ടു ഫൈൻഡ് ദി ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫ് എ സെൽ. നമ്മൾ ഇമ്പോർട്ടൻറ്റ് ആപ്ലിക്കേഷനായിട്ട് ഡയറക്റ്റ്ലി പഠിച്ചിട്ടുള്ളതാണ്. സോ ക്വസ്റ്റ്യൻ നമ്പർ 11 ഓപ്ഷൻ 2. 2 സെല്ല് EMF അപ്രോക്സിമേറ്റ്ലി 5 വോൾട്ട് ആൻഡ് 10 വോൾട്ട്. നമുക്ക് കറക്റ്റ് കമ്പയർ ചെയ്യണം അവരെ ഒരു പൊട്ടൻഷ്യോമീറ്റർ വെച്ചിട്ട്. പൊട്ടൻഷ്യോമീറ്റർ വയറിൻ്റെ ലെങ്ത് 400 സെൻറ്റിമീറ്റർ, 4 മീറ്റർ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പ്രൈമറി സെല്ലിന് 8 വോൾട്ട് വേണമെന്നാണ് പറയുന്നത്. നമുക്കറിയാം നമ്മൾ ഈ സെക്കൻഡറി സെല്ലിനെ നമ്മൾ എപ്പോഴും കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു പൊട്ടൻഷ്യോമീറ്റർ ജസ്റ്റ് നോക്കിയാൽ ഒരു പ്രൈമറി സെല്ലുണ്ട്, ഒരു റിയോസ്റ്റാറ്റ് ഉണ്ട്. പ്രൈമറി സെല്ല്, റിയോസ്റ്റാറ്റ്, പൊട്ടൻഷ്യോമീറ്റർ വയറുണ്ടല്ലോ. ഓക്കെ, ഇതാണ് നമ്മൾ എന്താ പറയുക മക്കളെ, പൊട്ടൻഷ്യോമീറ്റർ വയറെന്ന് പറയുന്നത് ഇതാണ്. ഇതിനെയാണ് നമ്മൾ പൊട്ടൻഷ്യോമീറ്റർ വയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ കിട്ടുന്ന വോൾട്ടേജ്, ഈ വോൾട്ടേജ് വെച്ചാണ് നമ്മൾ സെക്കൻഡറി സെല്ലിനെ ബാലൻസ് ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ ഓർക്കേണ്ടത്, ഇവിടെ നമുക്ക് ഈ കണക്റ്റിംഗ് വയേഴ്സിലൊക്കെ കുറച്ച് വോൾട്ടേജ് നഷ്ടപ്പെടും. പിന്നെ ഒരു റിയോസ്റ്റാറ്റ് ഉണ്ട് ഇവിടെ കറണ്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി. പിന്നെ ഇതിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസിൽ, ഈ പ്രൈമറി സെല്ലിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസിൽ നമുക്ക് പ്രാക്ടിക്കലി ഇതൊക്കെ സംഭവിക്കും, കുറച്ച് പൊട്ടൻഷ്യൽ നഷ്ടപ്പെടും. അപ്പോൾ ഈ പ്രൈമറി സെല്ലിൻ്റെ വോൾട്ടേജ് എത്രയാണോ അതിലും കുറവുള്ളൊരു വോൾട്ടേജേ നമുക്കിവിടെ കിട്ടുകയുള്ളൂ. ഇവിടെ എത്ര കിട്ടുന്നുണ്ടോ അത് വെച്ചേ നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ബാലൻസ് ചെയ്യേണ്ടത് 10 വോൾട്ടും 5 വോൾട്ടുമാണ്. എന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് 10 വോൾട്ടെങ്കിലും മിനിമം കിട്ടണം. ഈ പൊട്ടൻഷ്യോമീറ്റർ വയറിൽ, ആ വയറിലെ വോൾട്ടേജ് വെച്ചാണ് നമ്മൾ ബാലൻസിങ് ചെയ്യുന്നത്. ഈ പൊട്ടൻഷ്യോമീറ്റർ വയറിൽ നമുക്ക് മിനിമം 10 വോൾട്ടെങ്കിലും കിട്ടണം. എങ്കിലേ 10ഉം 5ഉം നമുക്ക് അവിടെ ബാലൻസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഇത് 8 ആണെങ്കിൽ അതിലും കുറച്ചേ ഇവിടെ കിട്ടുള്ളൂ. അപ്പോൾ 10 വോൾട്ടിൻ്റെ സെല്ലിനെ നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റില്ല. സോ അത് പറ്റില്ല. 15 വോൾട്ട്, ദാറ്റ് ഈസ് ഓക്കെ. സോ ഓപ്ഷൻ 2. കാരണം ഇത് 15 വോൾട്ട് ആണെങ്കിൽ 10 വോൾട്ട് നമുക്കിവിടെ ബാലൻസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ദാറ്റ് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 12 ഓപ്ഷൻ 2. Which error of meter bridge is removed when okay. അപ്പോൾ നമ്മൾ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് എൻഡ് കറക്ഷൻ എന്ന് പറയും മീറ്റർ ബ്രിഡ്ജിൽ. കാരണം നമ്മൾ മീറ്റർ ബ്രിഡ്ജിന് നമുക്കറിയാം 2 ഗ്യാപ്സ് ഉള്ളതിൽ നമ്മളൊരു നോൺ റെസിസ്റ്റൻസും വെക്കും, ഒരു ഗ്യാപ്പിൽ, അടുത്ത ഗ്യാപ്പിൽ അൺനോൺ റെസിസ്റ്റൻസും വെക്കും. അപ്പോൾ നമ്മൾ ആദ്യം ഒരു റീഡിംഗ് എടുത്തിട്ട് രണ്ടാമതൊരു സെറ്റ് റീഡിംഗ് എടുക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ഈ നോൺ റെസിസ്റ്റൻസിനെ അൺനോൺ റെസിസ്റ്റൻസിനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്യും. എന്തിനു വേണ്ടിയിട്ട്? എൻഡ് കറക്ഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. കാരണം നമ്മൾ ഈ കണക്ഷൻ കൊടുക്കുന്ന സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ശരിക്കും മീറ്റർ ബ്രിഡ്ജ് എന്ന് പറയുമ്പോൾ കറക്റ്റ് 1 മീറ്റർ വയറാണ് നമ്മൾ എടുക്കേണ്ടത്. പക്ഷേ കുറച്ച് എക്സ്ട്രാ വയറൊക്കെ എടുത്തിട്ടാണ് നമ്മൾ ഈ കണക്ഷനൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ അവിടെയൊക്കെ കുറച്ച് എൻഡ് കറക്ഷൻസ് വരും. അത് മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. സോ എൻഡ് എറർ മിനിമൈസ് ചെയ്യാനാണ് അങ്ങനെ ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 13 ഓപ്ഷൻ 1. 14. ഒരു സർക്കുലർ കറന്റ് ലൂപ്പ്, മാഗ്നറ്റിക് മൊമെന്റ് M is in an arbitrary orientation, magnetic field B, rotate the loop by 30 degree about an axis perpendicular to its plane. About an axis. അപ്പോൾ നമുക്ക് ഇങ്ങനൊരു ലൂപ്പ് ഉണ്ടെന്ന് വിചാരിക്കുക. ഇങ്ങനെ ലൂപ്പ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിനകത്തൂടെ ഈ ലൂപ്പിൽ കൂടി ഇങ്ങനെ കറണ്ട് പോകുന്നുണ്ടെന്ന് കരുതുക.
ഒരു ഐ കറണ്ട് ഈ ലൂപ്പിൽ കൂടി ഇങ്ങനെ പോകുന്നുണ്ട് എന്ന് കരുതുക. ഓക്കെ, അപ്പോൾ ഈ ലൂപ്പിൽ കൂടി ഇങ്ങനെ കറണ്ട് പോകുമ്പോൾ ഇതിൻ്റെ മാഗ്നറ്റിക് മൊമെൻറ്റ്, എ കറണ്ട് ക്യാരിങ് ലൂപ്പ് ഒരു മാഗ്നറ്റിക് ഡൈപോൾ പോലെ ബിഹേവ് ചെയ്യും. അതിനൊരു മാഗ്നറ്റിക് മൊമെൻ്റ് ഉണ്ട്. ആ മാഗ്നറ്റിക് മൊമെൻറ്റ് ഈ പ്ലെയിന് പുറത്തേക്കാണ് വരുന്നത്, ഈ പ്ലെയിന് പുറത്തേക്ക്. ഓക്കെ, ഇങ്ങനൊരു മാഗ്നറ്റിക് മൊമെൻറ്റ് എം വരും. ഓക്കെ, അപ്പോൾ ഇവിടെ അവർ പറഞ്ഞിരിക്കുന്നത് ഈ ലൂപ്പിൻ്റെ പ്ലെയിനിന് പെർപെൻഡിക്കുലറായിട്ടൊരു ആക്സിസ്, ഈ ലൂപ്പിൻ്റെ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ഈ ബോർഡിൻ്റെ പ്ലെയിനാണ്. അപ്പോൾ അതിന് പെർപെൻഡിക്കുലറായിട്ടൊരു ആക്സിസ്. ഈ ആക്സിസിൽ നിന്ന് ഇത് കറക്കുക എന്ന് പറഞ്ഞാൽ അത് ജസ്റ്റ് ഇങ്ങനെ കറങ്ങുന്നത്. അപ്പോൾ മാഗ്നറ്റിക് മൊമെൻറ്റ് പൊസിഷന് മാറ്റമൊന്നും വരുന്നില്ല. എന്ന് വെച്ചാൽ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. എന്നുവെച്ചാൽ ഇങ്ങനെ കറങ്ങുക, ഇതാണ് അവർ ഉദ്ദേശിക്കുന്നത്, ഇങ്ങനെ കറങ്ങുക. അതായത് ഈ ലൂപ്പിൻ്റെ പ്ലെയിനിന് പെർപെൻഡിക്കുലറായിട്ട്, ഇങ്ങനൊരു ആക്സിസ് ഇങ്ങനെ കറങ്ങാന്ന് പറഞ്ഞാൽ ഈ എം ഇങ്ങനെയാണ്. അതായത് എം കിടന്ന് ഇങ്ങനെ കറങ്ങും. എമ്മിൻ്റെ ഡയറക്ഷന് വ്യത്യാസമൊന്നും വരുന്നില്ല. അപ്പോൾ എമ്മിൻ്റെ ഡയറക്ഷൻ വ്യത്യാസം വരണമെങ്കിൽ ഇങ്ങനൊരു ആക്സിസ് നിന്നുകൊണ്ട് ഇത് കറങ്ങണം, എങ്കിൽ മാത്രമേ എമ്മിന് മോഷൻ വരുള്ളൂ. അപ്പോൾ എം മാറിയാൽ മാത്രമേ, കാരണം പൊട്ടൻഷ്യൽ എനർജി, അപ്പോൾ അതിൽ വർക്ക് ഡൺ ആ ചോദ്യം. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി നമുക്കറിയാം -mb cos തീറ്റയാണ്, വേർ തീറ്റ ഈസ് ദി ആംഗിൾ ബിറ്റ്വീൻ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് ആ കോയിലിൻ്റെ മാഗ്നറ്റിക് മൊമെൻറ്റ്. അപ്പോൾ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് കോൺസ്റ്റൻ്റ് ആണ്, ഫിക്സ്ഡ് ആണ്. അപ്പോൾ എം മൂവ് ചെയ്താൽ മാത്രമേ ആ തീറ്റയ്ക്ക് വ്യത്യാസം വരുള്ളൂ, വർക്ക് വരുള്ളൂ. പക്ഷേ ഇത് ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു ആക്സിസിൽ നിന്ന് ഇങ്ങനെ കറങ്ങുമ്പോൾ എം ഫിക്സ്ഡാ, ആംഗിൾ മാറുന്നില്ല. അതുകൊണ്ട് വർക്കിൻ്റെ ആവശ്യമില്ല. ദാറ്റ് ഈസ് ഓപ്ഷൻ 4. 0 ഈസ് അവർ ആൻസർ. ഓക്കെ, കമ്മിങ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അറ്റ് എനി പോയിന്റ്, ഓക്കെ, ഒരു ടൊറോയിഡ് എടുക്കുകയാണ്. അപ്പോൾ ഈ ടൊറോയിഡിൻ്റെ നമ്മൾ 2 പോയിൻറ്റ്സ് നമ്മൾ സെലക്ട് ചെയ്യുകയാണ്. ഈ ടൊറോയിഡിന് അകത്തായിട്ട് വരുന്നൊരു പോയിൻറ്റും ഇതിന് പുറത്ത് വരുന്നൊരു പോയിൻറ്റും. നമുക്കൊരു ഐഡിയൽ ടൊറോയിഡൊക്കെ നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കോറിനകത്ത് മാത്രമേ ഫീൽഡ് ഉള്ളൂ. ഈ കോറിന് പുറത്തുള്ള 2 സ്പേസിലും, അതായത് ഇവിടെയും ഫീൽഡ് നെഗ്ലിജിബിൾ ആണ്, ഓൾമോസ്റ്റ് സീറോ ആണ്, നെഗ്ലിജിബിൾ ആണ്. ദാറ്റ് ഈസ് ഓപ്ഷൻ 4. ക്വസ്റ്റ്യൻ നമ്പർ 15 ഓപ്ഷൻ 4. ഒരു ഗാൽവനോമീറ്ററിനെ നമ്മൾ അമ്മീറ്ററായിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഒരു ഷണ്ട് റെസിസ്റ്റൻസ് കൊടുക്കുന്നു. അപ്പോൾ നമുക്കറിയാം ഒരു ഗാൽവനോമീറ്റർ റെസിസ്റ്റൻസ് G, നമ്മളൊരു ഷണ്ട് റെസിസ്റ്റൻസ് കണക്ട് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ അമ്മീറ്റർ എന്ന് പറയുന്നത്. ജിയും എസും പാരലലാണ്. സോ എഫക്റ്റീവ് റെസിസ്റ്റൻസ് GS/G+S, ഓപ്ഷൻ 1. ക്വസ്റ്റ്യൻ നമ്പർ 16 ഓപ്ഷൻ 1. 17, ഒരു ഗാൽവനോമീറ്ററിനെ നമുക്ക് വോൾട്ട് മീറ്ററായിട്ട് കൺവേർട്ട് ചെയ്യാം. എന്ത് ചെയ്താൽ മതി? എ ഹൈ റെസിസ്റ്റൻസ് ഇൻ സീരീസ്. കാരണം നമുക്ക് അമ്മീറ്ററിൻ്റെ റെസിസ്റ്റൻസ്, ഗാൽവനോമീറ്ററിൻ്റെ റെസിസ്റ്റൻസ്, വോൾട്ട് മീറ്ററിൻ്റെ റെസിസ്റ്റൻസ്, ഇതാണ് ആ ഓർഡർ വരുന്നത്. അപ്പോൾ ഒരു ഗാൽവനോമീറ്ററിനെ അമ്മീറ്റർ ആക്കണമെങ്കിൽ റെസിസ്റ്റൻസ് കുറയ്ക്കണം. അതേപോലെ ഒരു ഗാൽവനോമീറ്ററിനെ വോൾട്ട് മീറ്റർ ആക്കണമെങ്കിൽ റെസിസ്റ്റൻസ് കൂട്ടണം. സോ ഓപ്ഷൻ 1, ഹൈ റെസിസ്റ്റൻസ് ഇൻ സീരീസ്. നെക്സ്റ്റ്, ഒരു ചാർജിൻ്റെ പാർട്ടിക്കിൾ മാഗ്നറ്റിക് ഫീൽഡിൽ കൂടി പെർപെൻഡിക്കുലറായിട്ട്, അപ്പം മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലറായിട്ടാണ് ചാർജ് വരുന്നതെങ്കിൽ അത് കറക്റ്റ് ഒരു സർക്കുലർ മോഷൻ ആയിരിക്കും. അപ്പോൾ സർക്കുലർ മോഷൻ എന്ന് പറയുമ്പോൾ ലീനിയർ മൊമെൻറ്റം മാറും, കാരണം ഡയറക്ഷൻ മാറുന്നുണ്ട്. ലീനിയർ മൊമെൻറ്റം ചേഞ്ചസ് കറക്റ്റാണ്. സോ ദെൻ എന്ത് പറ്റുമെന്നാണ് ചോദ്യം. കൈനറ്റിക് എനർജി റിമെയിൻസ് കോൺസ്റ്റൻറ്റ്, അതും കറക്റ്റാണ്. ലീനിയർ മൊമെൻറ്റം ചേഞ്ചസ് കറക്റ്റാണ്, കാരണം വെക്ടറാണ്, ഡയറക്ഷൻ മാറും. കൈനറ്റിക് എനർജി റിമെയിൻസ് കോൺസ്റ്റൻറ്റ് കറക്റ്റാണ്, കാരണം സ്പീഡ് മാറുന്നില്ല. മാഗ്നറ്റിക് ഫീൽഡിന് ചാർജിൽ വർക്ക് ചെയ്യാൻ പറ്റില്ല, സ്പീഡ് മാറില്ല. അപ്പോൾ കൈനറ്റിക് എനർജി റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. സോ ഓപ്ഷൻ 3, ബോത്ത് 1 and 2 ആണ് നമ്മുടെ ആൻസർ. ബോത്ത് 1 and 2. 18 ഓപ്ഷൻ 3. കറണ്ട് സെൻസിറ്റിവിറ്റി ഓഫ് എ ഗാൽവനോമീറ്റർ. നമുക്കറിയാം കറണ്ട് സെൻസിറ്റിവിറ്റി ഓഫ് ഗാൽവനോമീറ്റർ എന്ന് പറഞ്ഞാൽ ഡിഫ്ലക്ഷൻ പെർ യൂണിറ്റ് കറണ്ടാണ്. ദാറ്റ് ഈസ്, അതായത് യൂണിറ്റ് കറണ്ട് നമ്മൾ പാസ് ചെയ്യുമ്പോൾ എത്ര ഡിഫ്ലക്ഷൻ വരുന്നുണ്ട് ആ പോയിന്ററിന്, ദാറ്റ് ഈസ് ഈക്വൽ ടു NAB/C ആണ്. NAB/C, ദാറ്റ് ഈസ് ഓപ്ഷൻ 2. ക്വസ്റ്റ്യൻ നമ്പർ 19 ഓപ്ഷൻ 2. A coil of n turns, radius r carries current I. അപ്പം മാഗ്നറ്റിക് മൊമെൻറ്റ് നമുക്കറിയാം NIA. അപ്പോൾ ആദ്യം സർക്കിൾ ആയിരിക്കുന്ന സമയത്തെ മാഗ്നറ്റിക് മൊമെൻറ്റ്, നമ്പർ ഓഫ് ടേൺസ് n, കറണ്ട് I, സർക്കിളിൻ്റെ ഏരിയ π
എ സ്ക്വയർ. ഓക്കെ, എന്നിട്ട് നമ്മളൊരു സ്ക്വയറാക്കി മാറ്റി, സ്ക്വയർ കോയിലാക്കി മാറ്റി. അത് സൈഡ് എ ആണ്, റേഡിയസ് 6 ആണ്. സോറി, നമ്മളതൊരു സ്ക്വയർ കോയിലാക്കി മാറ്റി, സൈഡ് എ. അപ്പോൾ സ്ക്വയർ ആയിട്ടുള്ള സമയത്തെ മാഗ്നറ്റിക് മൊമെൻറ്റ് നമ്പർ ഓഫ് ടേൺസ് സെയിം ആണ് അവർ ക്വസ്റ്റിനെ പറഞ്ഞിട്ടുണ്ട്. കറണ്ടിനും വ്യത്യാസമൊന്നുമില്ല. സ്ക്വയറിൻ്റെ ഏരിയ എ സ്ക്വയർ. അപ്പോൾ ഈ രണ്ട് കോയിലിൻ്റെ മാഗ്നറ്റിക് മൊമെൻറ്റ്സിൻ്റെ റേഷ്യോ ആണ് ചോദിച്ചിരിക്കുന്നത്. സർക്കുലർ കോയിലിൻ്റെയും സ്ക്വയർ കോയിലിൻ്റെയും മാഗ്നറ്റിക് മൊമെൻറ്റ്സിൻ്റെ റേഷ്യോ ദാറ്റ് ഈസ് ഈക്വൽ ടു N/πr സ്ക്വയർ ഡിവൈഡഡ് ബൈ Ni എ സ്ക്വയർ. അപ്പോൾ Ni കട്ട് ചെയ്യാം. സോ യുവർ ആൻസർ ഈസ് πr സ്ക്വയർ ബൈ എ സ്ക്വയർ. πr സ്ക്വയർ ബൈ എ സ്ക്വയർ. ദാറ്റ് ഈസ് ഓപ്ഷൻ 1. ക്വസ്റ്റ്യൻ നമ്പർ 20 ഓപ്ഷൻ 1. നെക്സ്റ്റ് കമ്മിങ് ടു 21. എ മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റ് ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി. മാഗ്നറ്റിക്, അപ്പോൾ നമ്മളൊരു ബാർ മാഗ്നറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിനൊരു നോർത്ത് പോള്, ഒരു സൗത്ത് പോള്. മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണ് വരുന്നത്? മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റ് ഈസ് ഫ്രം സൗത്ത് ടു നോർത്ത് ആണ്. മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റ് ഈസ് ഫ്രം സൗത്ത് ടു നോർത്ത്. ദാറ്റ് ഈസ് ഓപ്ഷൻ 1. ക്വസ്റ്റ്യൻ നമ്പർ 21 ഓപ്ഷൻ 1. ഒരു ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസ്. ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇതിനകത്ത് കുറേ ഡൊമൈൻസ് ഉണ്ട്. ഈ ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസിനകത്ത് കുറേ ഡൊമൈൻസ് ഉണ്ട്. അപ്പോൾ ഈ ഓരോ ഡൊമൈൻസിനകത്തും ഈ മാഗ്നറ്റിക് മൊമെൻറ്റ്സ് എല്ലാം ഒരു ഡയറക്ഷനിൽ അലൈൻഡ് ആണ്. ഒരു ഡൊമൈൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് മാഗ്നറ്റിക് മൊമെൻറ്റ്സ് എല്ലാം ഒരു ഡയറക്ഷനിൽ അലൈൻഡ് ആണ്. അപ്പോൾ നമ്മളിതിനെ ഹീറ്റ് ചെയ്താൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഈ ഡൊമൈൻസിനകത്തുള്ള മാഗ്നറ്റിക് മൊമെൻറ്റ്, ഇപ്പോൾ അതായത് ഒരു ഡൊമൈനകത്തെല്ലാം പർട്ടിക്കുലർ ഡയറക്ഷനിലാണ് നിൽക്കുന്നത്, അത് റാൻഡംലി ഓറിയൻറ്റഡ് ആയിട്ട് മാറും. അങ്ങനെ ആ ഫെറോ പാരയിലേക്ക് പോകും. അതായത് അതിൻ്റെ മാഗ്നറ്റിസം കുറച്ച് കുറയും. സോ ഫെറോ മാഗ്നറ്റിക് ഡൊമൈൻസ് ഗെറ്റ് റാൻഡംലി അറേഞ്ച്ഡ്. ദാറ്റ് ഈസ് ഓപ്ഷൻ 2. ക്വസ്റ്റ്യൻ നമ്പർ 22 ഓപ്ഷൻ 2. വിച്ച് ഓഫ് ദ ഫോളോയിങ് റിലേഷൻ ഈസ് കറക്റ്റ്? എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡോട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഈ നൊട്ടേഷനൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ളതാണ് ഓൾറെഡി. അപ്പോൾ നമ്മൾ മാഗ്നറ്റിക് മെറിഡിയൻ എടുത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മാഗ്നറ്റിക് മെറിഡിയൻ എർത്തിൻ്റെ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് വെക്റ്റർ ബി. ആ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡിന് ഒരു ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് ഉണ്ട്, ഒരു വെർട്ടിക്കൽ കമ്പോണൻ്റ് ഉണ്ട്. അപ്പോൾ എർത്തിൻ്റെ ടോട്ടൽ ഫീൽഡ് ബി എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് എർത്തിൻ്റെ വെർട്ടിക്കൽ ഫീൽഡിൻ്റെ സ്ക്വയർ പ്ലസ് ഹൊറിസോണ്ടൽ ഫീൽഡിൻ്റെ സ്ക്വയർ. ദാറ്റ് ഈസ് ഓപ്ഷൻ 4. ക്വസ്റ്റ്യൻ നമ്പർ 23 ഓപ്ഷൻ 4. 24. 3 വേവ്സ്. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ നമ്മൾ റേഞ്ച് NCERT തന്നിട്ടുണ്ട്. സ്കൈ വേവ്, ഗ്രൗണ്ട് വേവ്, അതിനൊക്കെ എത്രയാണ് ഫ്രീക്വൻസി ഇതെന്നുള്ളത് നമ്മൾ തന്നിട്ടുണ്ട് കമ്മ്യൂണിക്കേഷൻ ചാപ്റ്ററിൽ. അതൊക്കെ ഒന്ന് റേഞ്ചൊക്കെ ഒന്ന് ഒരു ബേസിക് ഐഡിയ ഉണ്ടാവണം. അതൊക്കെ ഒന്ന് പഠിച്ചു വെക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് 1600 kHz, 5 MHz, 60 MHz. അപ്പോൾ ഫ്രീക്വൻസി റേഞ്ച് കൂടി വരികയാണ്. അപ്പം നമുക്ക് വേണ്ടത് നമ്മൾ ഈ റേഞ്ച് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഗ്രൗണ്ട് വേവ്, B sky wave, and C space wave. That is option 2 will become our answer. 24 option 2. A square of side L meters lies in the XY plane. അപ്പോൾ ഒരു സ്ക്വയർ L meters XY പ്ലെയിനിൽ നിൽക്കുകയാണ്. L meters സൈഡ് ലെങ്ത് ഉള്ളൊരു സ്ക്വയർ XY പ്ലെയിനിൽ നിൽക്കുന്നത്. XY പ്ലെയിനിൽ L മീറ്റേഴ്സ് സൈഡ് ലെങ്ത് ഉള്ളൊരു സ്ക്വയർ നിൽക്കുകയാണ്. ഓക്കെ, നമുക്ക് മാഗ്നറ്റിക് ഫ്ലക്സ് എന്താണെന്നാണ് ചോദ്യം. നമുക്കറിയാം ഫ്ലക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് തന്നിരിക്കുന്ന സർഫസിന് നോർമലായിട്ട് പോകുന്ന ഫീൽഡ് ലൈൻസ് ആണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ XY പ്ലെയിന് നോർമൽ എന്ന് പറഞ്ഞാൽ അത് ഇസഡ് ആക്സിസ് ആണ്. അപ്പോൾ ഫീൽഡിൻ്റെ ഇസഡ് കമ്പോണൻറ്റ് മാത്രം നമ്മൾ നോക്കിയാൽ മതി. ദാറ്റ് ഈസ് ഫ്ലക്സ് ഈസ് ഈക്വൽ ടു B ഡോട്ട് എ. അപ്പോൾ നമ്മൾ ഫീൽഡിൻ്റെ ഇസഡ് കമ്പോണൻറ്റ് എടുത്ത് ഈ B0 ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ 4B0 വരും ഇസഡ് കമ്പോണൻറ്റ് ഇൻറ്റു ഏരിയ L സ്ക്വയർ. ദാറ്റ് ഈസ് ഓപ്ഷൻ 3. അത്രയും വെബർ. 25 ഓപ്ഷൻ 3. 26 പൊളാരിറ്റി ഓഫ് ഇൻഡ്യൂസ്ഡ് EMF. നമുക്കറിയാം ലെൻസസ് ലോ ആണ് പൊളാരിറ്റി ഓഫ് ഇൻഡ്യൂസ്ഡ് EMF അല്ലെങ്കിൽ ഇൻഡ്യൂസ്ഡ് കറണ്ടിൻ്റെ ഡയറക്ഷൻ. അത് നമുക്ക് തരുന്നത് ലെൻസസ് ലോ ആണ്. ഇൻഡ്യൂസ്ഡ് കറണ്ട് അല്ലെങ്കിൽ ഇൻഡ്യൂസ്ഡ് EMFൻ്റെ മാഗ്നിറ്റ്യൂഡ് എത്ര നമ്മൾ കണ്ടുപിടിക്കുന്നത് ഫാരഡേസ് ലോസ് ഉപയോഗിച്ചിട്ടാണ്. ഓക്കെ, യൂണിവേഴ്സൽ ഗേറ്റ് ഏതാണെന്നാണ് ചോദ്യം. നമുക്കറിയാം യൂണിവേഴ്സൽ ഗേറ്റ്സ് ദാറ്റ് ഈസ് നാൻഡ് ഈസ് എ യൂണിവേഴ്സൽ ഗേറ്റ്. നാൻഡ് ഗേറ്റ് ഒരു യൂണിവേഴ്സൽ ഗേറ്റ് ആണ്, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്.
നെക്സ്റ്റ് 28 മാഗ്നറ്റിക് ഫീൽഡ് എനർജി. ഓക്കെ, മാഗ്നറ്റിക് ഫീൽഡ് എനർജി എന്താ? ഹാഫ് എൽ ഐ സ്ക്വയർ ആണ്. ഹാഫ് എൽ ഐ സ്ക്വയർ മാഗ്നറ്റിക് എനർജി, അതായത് ഒരു കോയിലിനകത്തൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ സ്റ്റോർ ചെയ്യപ്പെടുന്ന മാഗ്നറ്റിക് എനർജി ഹാഫ് എൽ ഐ സ്ക്വയർ, വേർ എൽ ഈസ് ദി സെൽഫ് ഇൻഡക്ടൻസ്, ഐ കറണ്ട് ത്രൂ ദി കോയിൽ. രണ്ട് കോയിൽസ്, ആ രണ്ട് കോയിലിൻ്റെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു കോയിൽ ഇത് സെൽഫ് ഇൻഡക്ടൻസ് L1, രണ്ടാമതൊരു കോയിൽ സെൽഫ് ഇൻഡക്ടൻസ് L2. അപ്പോൾ ഇവരുടെ മ്യൂച്വൽ ഇൻഡക്ടൻസ് എന്ന് പറഞ്ഞാൽ M ഈസ് ഈക്വൽ ടു K ഇൻറ്റു റൂട്ട് L1 L2. K ഈസ് കോയിഫിഷ്യൻ്റ് ഓഫ് കപ്ലിംഗ്. K ഈസ് കോയിഫിഷ്യൻ്റ് ഓഫ് കപ്ലിംഗ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് പെർഫെക്റ്റ് കപ്ലിംഗ് ആണെങ്കിൽ K 1 ആണ്, ലൂസ് കപ്ലിംഗ് അല്ലെങ്കിൽ സീറോ കപ്ലിംഗ് ആണെങ്കിൽ K 0 ആണ്. ജനറലി K ലൈസ് ബിറ്റ്വീൻ 0 ആൻഡ് 1. ഓപ്ഷൻ 1. ഇൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് ആപ്ലിക്കേഷൻ എഡ്ഡി കറണ്ട് റോൾ ഇല്ലാത്ത ഇലക്ട്രിക് പവർ മീറ്റേഴ്സ് എഡ്ഡി കറണ്ടിൻ്റെ ഒരു ആപ്ലിക്കേഷൻ അത് വെച്ചാണ് വർക്ക് ചെയ്യുന്നത്. ഇൻഡക്ഷൻ ഫർണസ് എഡ്ഡി കറണ്ടിൻ്റെ ആപ്ലിക്കേഷൻ. LED ലൈറ്റ് അത് ഡയോഡ്സ് ആണ്, ഡയോഡാണ്, PN ജംഗ്ഷൻ ഡയോഡ്സ് ആണ്, അതിനകത്ത് എഡ്ഡി കറണ്ട്സ് വരുന്നില്ല. മാഗ്നറ്റിക് ബ്രേക്സ് ഇൻ ട്രെയിൻസ് അതിലും എഡ്ഡി കറണ്ട്സ് വരുന്നത്. അപ്പോൾ എഡ്ഡി കറണ്ടിൻ്റെ ആപ്ലിക്കേഷൻ ഇല്ലാത്തത് ഓപ്ഷൻ 3, 30 ഓപ്ഷൻ 3. ഇഫ് ദ RMS കറണ്ടിൻ്റെ 50 ഹെർട്സ് AC സപ്ലൈ, ഒരു 50 ഹെർട്സ് AC സപ്ലൈയിലെ RMS കറണ്ട് നമ്മൾ സാധാരണ ഒരു AC കറണ്ട് I ഈസ് ഈക്വൽ ടു I0 സൈൻ ഒമേഗ ടി, ദാറ്റ് ഈസ് I ഈസ് ഈക്വൽ ടു I0. നമുക്ക് RMS 5 ആംപിയർ തന്നിരിക്കുന്നത്. നമുക്കറിയാം IRMS എന്ന് പറഞ്ഞാൽ I0 ബൈ റൂട്ട് 2 ആണ്. അപ്പോൾ I0 എന്ന് പറഞ്ഞാൽ IRMS ഇൻറ്റു റൂട്ട് 2 ആണ്. IRMS ഇൻറ്റു റൂട്ട് 2 സൈൻ ഒമേഗ എന്ന് പറഞ്ഞാൽ 2π ഇൻറ്റു ഫ്രീക്വൻസിയാണ്. ഫ്രീക്വൻസി 50. നമുക്ക് സമയം തന്നിരിക്കുന്ന 1/300 സെക്കൻഡ്സ് ആണ്. ഇൻറ്റു 1/300 ദാറ്റ് ഈസ് ഈക്വൽ ടു 50 ഇൻറ്റു 200 3 വരും, π/3 വരും. സോ I ഈസ് ഈക്വൽ ടു 5 റൂട്ട് 2 ഇൻറ്റു സൈൻ π/3 എന്ന് പറഞ്ഞാൽ സൈൻ 60. സൈൻ 60 ഈസ് റൂട്ട് 3/2. സോ ദാറ്റ് ഈസ് I ഈസ് ഈക്വൽ ടു റൂട്ട് 2. അപ്പോൾ ഡിനോമിനേറ്ററിൽ ഒരു റൂട്ട് 2 വരും. സോ 5 ഇൻറ്റു റൂട്ട് ഓഫ് 3/2 ആംപിയർ. അപ്പോൾ ഈ പറഞ്ഞ സമയത്ത് ഇത്രയും കറണ്ട് കാണും. ദാറ്റ് ഈസ് ഓപ്ഷൻ 2. ദാറ്റ് ഈസ് ഓപ്ഷൻ 2. ക്വസ്റ്റ്യൻ നമ്പർ 31 ഓപ്ഷൻ 2. ഇത് നമ്മുടെ AC ചാപ്റ്ററിൽ NCERTയുടെ എക്സംപ്ലർ എന്ന് പറഞ്ഞ മെറ്റീരിയൽ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ വോൾട്ടേജ് മെഷറിംഗ് ഡിവൈസ്. ഇപ്പോൾ നമുക്കൊരു AC മെഷർ ചെയ്യുന്നൊരു വോൾട്ട് മീറ്റർ എന്ന് എടുക്കാം. നമ്മളിത് AC-യിലോട്ട് കൊടുക്കും. നമുക്കറിയാം AC ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ വാല്യൂ കൂടുകയും കുറയുകയും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും, ഡയറക്ഷൻ റിവേഴ്സ് ചെയ്യുക, അതൊക്കെ സംഭവിക്കും, പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ. പക്ഷേ നമ്മളൊരു AC വോൾട്ട് മീറ്റർ കണക്ട് ചെയ്യുമ്പം ഒരിക്കലും അതിൻ്റെ റീഡിങ് ഇങ്ങനെ കൂടുക കുറയുക അങ്ങനെയല്ല ഒരിക്കലും വോൾട്ട് മീറ്റർ റീഡിങ് കാണിക്കുന്നത്. ഉദാഹരണത്തിന് ഇപ്പോൾ വോൾട്ട് മീറ്ററിൻ്റെ റീഡിങ് 220 വോൾട്ട് എന്നാണ് കാണിക്കുന്നതെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണെന്നാണ് അവർ ചോദിക്കുന്നത്. പറയുന്നത് അങ്ങനെ 220 ഫിക്സഡ് വാല്യൂ കാണിക്കുന്നുണ്ടെങ്കിൽ അത് AC ആകാൻ പറ്റില്ല, അത് DC ആയിരിക്കും എന്നാണ് പറയുന്നത്. ഇറ്റ്സ് നോട്ട് കറക്റ്റ്. മാക്സിമം വാല്യൂ അല്ല. ഈ AC അമ്മീറ്റർ ആയാലും വോൾട്ട് മീറ്റർ ആയാലും കാണിക്കുന്ന റീഡിംഗ് എന്ന് പറഞ്ഞാൽ RMS ആണ്. അപ്പോൾ നമ്മളൊരു AC സർക്യൂട്ടിലൊരു അമ്മീറ്റർ കണക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വോൾട്ട് മീറ്റർ കണക്ട് ചെയ്യുമ്പോൾ അത് കാണിക്കുന്ന റീഡിങ് ഇപ്പോൾ 100 എന്ന് കാണിക്കുകയാണെങ്കിൽ അത് അത്രയും RMS ആണ്. സോ ഓപ്ഷൻ 3, ഓപ്ഷൻ 3. അതായത് RMS റൂട്ട് ഓഫ് നമ്മൾ ഈ V²ൻ്റെ ഈ രണ്ട് ബ്രാക്കറ്റ് ഉദ്ദേശിക്കുന്ന V² ആവറേജ് ആണ് കേട്ടോ. V² ആവറേജ് എടുത്തിട്ട് അതിൻ്റെ റൂട്ട് എടുക്കുക, ദാറ്റ് ഈസ് RMS. ഓപ്ഷൻ 3. അപ്പോൾ ഇതിൽ ഏത് കോമ്പിനേഷനാണ് കമ്മ്യൂണിക്കേഷൻ നല്ലതെന്നാണ് ചോദ്യം. അപ്പോൾ നമുക്കറിയാം ക്വാളിറ്റി ഫാക്ടർ Q ഈസ് ഈക്വൽ ടു 1/R റൂട്ട് L/C. ഇതാണ് ക്വാളിറ്റി ഫാക്ടറിൻ്റെ ഇക്വേഷൻ. അപ്പോൾ ഏറ്റവും കൂടുതൽ ഈ 4 ഓപ്ഷൻസിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ 4 എണ്ണം ഇതിനകത്തിട്ട് ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്യുമ്പോൾ ആ ക്യൂവിൻ്റെ വാല്യൂ ക്വാളിറ്റി ഫാക്ടർ ഏറ്റവും കൂടുതൽ വരുന്നത് ഏതിനാണ് എന്നാണ് നമുക്കറിയേണ്ടത്. അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയാൽ മതി. ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഓപ്ഷൻ 3 ആണ് ഏറ്റവും കൂടുതൽ വാല്യൂ വരുന്നത്. ഈ ക്വാളിറ്റി ഫാക്ടർ നമ്മൾ ഇതിനകത്ത് ചെക്ക് ചെയ്യുമ്പോൾ ഓപ്ഷൻ 3 ആണ് നമുക്ക് കൂടുതൽ വരുന്നത്. സോ അതാണ് നമുക്ക് ഈ തന്നിരിക്കുന്ന 4 ഓപ്ഷനിൽ ഏറ്റവും പ്രിഫറബിൾ. Okay, the same question. Quality factor equation option 1, 1/R into root L/C. The underlying principle of a transformer. Transformer വർക്ക് ചെയ്യുന്ന എന്തിൻ്റെ പ്രിൻസിപ്പിളാണ്? മ്യൂച്വൽ ഇൻഡക്ഷൻ. അതായത് നമ്മൾ ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറിയിലേക്ക് ഒരു AC സപ്ലൈ കൊടുക്കുന്നു. അപ്പോൾ കറണ്ട് വേരി ചെയ്യുന്നു. അപ്പോൾ പ്രൈമറിയിൽ മാഗ്നറ്റിക് ഫീൽഡ് വേരി ചെയ്യുന്നു. ആ വേരിയിങ് ഫീൽഡ് സെക്കൻഡറിയുമായിട്ട് ലിങ്ക് ചെയ്യുന്നു. അങ്ങനെ സെക്കൻഡറിയിൽ ഒരു ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാകുന്നു, മ്യൂച്വലി ഇൻഡ്യൂസ്ഡ് EMF, ദാറ്റ് ഈസ് മ്യൂച്വൽ ഇൻഡക്ഷൻ. ഓപ്ഷൻ 2. ദ പവർ ഫാക്ടർ സീരീസ് LCR റെസൊണൻസ് സമയത്ത് LCR പ്യുവർലി റെസിസ്റ്റീവ് ആയിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്. റെസിസ്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ടും വോൾട്ടേജ് ഇൻ ഫേസ് ആയിരിക്കും, ഫേസ് ഡിഫറൻസ് 0, cos phi 1, that is power factor 1. ഓപ്ഷൻ 2. ഓക്കെ,
നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എന്ന് ഒരുപാട് കുട്ടികൾ തെറ്റിക്കാനുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം റിഫ്ലക്റ്റഡ് വേവിനെ പറ്റിയാണ് ചോദ്യം. റിഫ്ലക്റ്റഡ് വേവ് ദാറ്റ് ഈസ് ഈക്വൽ ടു, അപ്പോൾ ഇത് റിഫ്ലക്റ്റ് ചെയ്ത് തിരിച്ചു വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡ് എക്സ് ആക്സിസിൽ ഓസിലേറ്റ് ചെയ്യുന്നു ആൻഡ് വേവ് ട്രാവൽ ചെയ്യുന്നത് ഇസഡ് ആക്സിസിലാണ്. ഇലക്ട്രിക് ഫീൽഡ് എക്സ് ആക്സിസിൽ ഓസിലേറ്റ് ചെയ്യുന്നു ഐ ക്യാപ്പ്, വേവ് ട്രാവൽ ചെയ്യുന്ന ഇസഡ് ആക്സിസിലാണ്, പോസിറ്റീവ് ഇസഡ് ഡയറക്ഷൻ, കാരണം കെ ഇസഡ് മൈനസ് ഒമേഗ ടി ആണ് പോസിറ്റീവ് ഇസഡ് ഡയറക്ഷൻ. അപ്പം അത് റിഫ്ലക്റ്റ് ചെയ്ത് തിരിച്ചു വരുന്നു. റിഫ്ലക്റ്റ് ചെയ്ത് തിരിച്ചു വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഐ ക്യാപ്പ് എന്നുള്ള മൈനസ് ഐ ക്യാപ്പ് ആവും. സോ E0 മൈനസ് ഐ ക്യാപ്പ് ആൻഡ് തിരിച്ചു വരികയാണ്. സോ കോസ് കെ ഇൻറ്റു ഇസഡിൻ്റെ സ്ഥാനത്ത് മൈനസ് ഇസഡ് മൈനസ് ഒമേഗ ടി ആൻഡ് റിഫ്ലക്റ്റ് ചെയ്ത് തിരിച്ചു വരുമ്പോൾ അതൊരു പ്യൂർലി റിഫ്ലക്റ്റിംഗ് സർഫസ് ആണ്. അപ്പോൾ ഒരു 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് വരും. അപ്പോൾ ഒരു പ്ലസ് പൈയും കൂടെ വരും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് E0 ഐ ക്യാപ്പ് കോസ് മൈനസ് കെ ഇസഡ് മൈനസ് ഒമേഗ ടി പ്ലസ് പൈ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് E0 ഐ ക്യാപ്പ് കോസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പൈ മൈനസ് കെ ഇസഡ് പ്ലസ് ഒമേഗ ടി നമുക്കിങ്ങനെ എഴുതാൻ പറ്റും. അപ്പോൾ ഇത് കോസ് പൈ മൈനസ് തീറ്റ, നമുക്കറിയാം മൈനസ് കോസ് തീറ്റയാണ്. കോസ് പൈ മൈനസ് തീറ്റ മൈനസ് കോസ് തീറ്റയാണ്. സോ റിഫ്ലക്റ്റഡ് വേവിൻ്റെ മൈനസ് E0 ഐ ക്യാപ്പ്. അപ്പോൾ ഇത് മൈനസ് കോസ് തീറ്റ ആവും, മൈനസ് ഓഫ്, അപ്പോൾ ആ മൈനസും ഈ പുറത്ത് കിടക്കുന്ന മൈനസും രണ്ടും കൂടെ ക്യാൻസൽ ആവും. സോ E0 ഐ ക്യാപ്പ് കോസ് kz plus omega t, cos kz plus omega t. That is option 2. Question number 37, option 2. In vacuum, the wavelength of electromagnetic wave, okay. അപ്പോൾ നമുക്കറിയാം C is equal to velocity of electromagnetic wave is equal to frequency into wavelength. Wavelength എന്താണെന്നാണ് ചോദ്യം. So C by F, that is C നമുക്കറിയാം vacuum 3 into 10 raised to 8 by frequency 5 into 10 raised to 19. 3 by 5 0.6 into 10 raised to minus 11, that is equal to 6 into 10 raised to minus 12 meter. That is equal to option 1. 38 option 1. Semiconductor behave like insulator at 0 Kelvin. At 0 Kelvin, there are no free electrons. Conduction band is completely empty. That is, it behaves like a thermally free electrons. So that is 0 Kelvin. Okay, ഇവിടെ V0 ബാരിയർ പൊട്ടൻഷ്യൽ ആണ് അവർ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫോർവേഡ് ബയാസിൽ ബാരിയർ പൊട്ടൻഷ്യൽ റെഡ്യൂസ് ചെയ്യും. സോ 3 ഫോർവേഡ് ബയാസാണ്, കാരണം ഇതാണ് ബാരിയർ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് കുറവാണ്, സോ ബാരിയർ പൊട്ടൻഷ്യൽ കുറഞ്ഞു. അപ്പോൾ 3 ഫോർവേഡ് ബയാസും 1 ബാരിയർ പൊട്ടൻഷ്യൽ കൂടി, സോ അത് റിവേഴ്സ് ബയാസുമാണ്. സോ ദാറ്റ് ഈസ് ഓപ്ഷൻ 2. That is option 2. 41. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ, ഓക്കെ, മിനിമം ഡീവിയേഷൻ സമയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. മിനിമം ഡീവിയേഷൻ സമയത്ത് പ്രിസത്തിൻ്റെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറഞ്ഞാൽ ആംഗിൾ ഓഫ് ദ പ്രിസം പ്ലസ് ആ മിനിമം ഡീവിയേഷൻ്റെ വാല്യൂ ബൈ 2 ആണ്. സോ ദാറ്റ് ഈസ് 2i ഈസ് ഈക്വൽ ടു a plus d, where capital D is the minimum deviation. That is equal to option 2. Question number 41, option 2. De Broglie wavelength, lambda is equal to h by p. Lambda is equal to h by p. That is h by p യുടെ സ്ഥാനത്ത് root of 2m into kinetic energy. That is lambda is equal to h by root of 2m into kinetic energy സ്ഥാനത്ത് ചാർജ് ഇൻറ്റു പൊട്ടൻഷ്യൽ ഡിഫറൻസ്, വേർ വി ഇസ് ദി ആ ചാർജിനെ നമ്മൾ ആക്സലറേറ്റ് ചെയ്ത പൊട്ടൻഷ്യൽ ഡിഫറൻസ് വി. അപ്പോൾ അതിൽ നമുക്ക് ലാംഡ പ്രപ്പോർഷണൽ ടു 1/√2v എന്ന് വരും. ദാറ്റ് ഈസ് ഓപ്ഷൻ 2. ലാംഡ പ്രപ്പോർഷണൽ 1/√v. ഓക്കെ, ബോർ റേഡിയസ്. അപ്പോൾ നമുക്കറിയാം ഒരു nth ഹൈഡ്രജൻ ലൈക്ക് സ്പീഷീസിൻ്റെ nth ഓർബിറ്റ് റേഡിയസ് എന്ന് പറഞ്ഞാൽ R0, ഹൈഡ്രജൻ്റെ ഫസ്റ്റ് ഓർബിറ്റ്, അതായത് ബോർ റേഡിയസ് ഇൻറ്റു n²/z ആണ്. അപ്പോൾ ഇവിടെ അവർ ചോദിച്ചിരിക്കുന്നത് ലിഥിയം 2+ൻ്റെ ഫസ്റ്റ് ഓർബിറ്റാണ്. സോ R0 ഫസ്റ്റ് ഓർബിറ്റ് n1/z, ലിഥിയം ആകുമ്പോൾ 3, ദാറ്റ് ഈസ് ഈക്വൽ ടു ബോർ റേഡിയസ് 53 picometer/3. 54/3 18 ആണ്. സോ അപ്രോക്സിമേറ്റ്ലി ദിസ് വിൽ ബിക്കം 18 picometer.
Approximately this will become 18 picometer, that is option 3. 43 option 3. Convex mirrors are preferred over plane. ഓക്കെ, ഒരു ഓട്ടോമൊബൈൽ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ ഒരു കാറിൻ്റെയൊക്കെ റിയർ വ്യൂ ഗ്ലാസ് ഉണ്ടല്ലോ, അതായത് സൈഡിലത്തെ ഗ്ലാസ്, ഒരു കാറിൻ്റെയൊക്കെ റിയർ വ്യൂ സൈഡിലത്തെ ഗ്ലാസ്, ഡ്രൈവറൊക്കെ റിവേഴ്സ് എടുക്കുമ്പോഴൊക്കെ നോക്കുന്നത് സൈഡ് ഗ്ലാസ്. അപ്പോൾ ഈ റിയർ വ്യൂ ഗ്ലാസ്സിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാറിൻ്റെ പിറകിലുള്ള ബിഹൈൻഡുള്ള ഒരുപാട് കാഴ്ചകൾ, ഒരു ലാർജ് ഏരിയ നമുക്കൊരു ചെറിയ പിക്ചർ പോലെ ഈ ഗ്ലാസ്സിനകത്ത് കാണാം. അതായത് ഫീൽഡ് ഓഫ് വ്യൂ കൂടുതലാണ്, കൂടുതൽ ഏരിയ നമുക്കിതിനകത്ത് കാണാൻ പറ്റും. ഫീൽഡ് ഓഫ് വ്യൂ കൂടുതലാണ്. സോ ദാറ്റ് ഈസ് ഓപ്ഷൻ 3, ഫീൽഡ് ഓഫ് വ്യൂ കൂടുതലാണ് 44. പിന്നെ ആദ്യത്തെ നമുക്ക് പറഞ്ഞാൽ ഇമേജ് ഫോംഡ് മാഗ്നിഫൈഡ് അല്ല, ഡിമിനിഷ്ഡ് ആണ്. ഇമേജ് ഫോംഡ് റിയൽ അല്ല, വിർച്വൽ ആണ്. ഇറ്റ് ഈസ് ലൈറ്റ് വെയ്റ്റ്, അതൊന്നുമല്ല കാരണം ഓപ്ഷൻ 3. അസേഷൻ ഡെൻസിറ്റി ഓഫ് ഓൾ ദ ന്യൂക്ലിയർ ഈസ് സെയിം, കറക്റ്റ് ആണ്. അപ്രോക്സിമേറ്റ്ലി സെയിം ആണ്. ഒരു ന്യൂക്ലിയസിൻ്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പ്രപ്പോർഷണൽ ടു അതിൻ്റെ മാസ് നമ്പറിൻ്റെ ക്യൂബ് റൂട്ടിന് പ്രപ്പോർഷണലാണ്. റേഡിയസ് മാസ് നമ്പറിൻ്റെ ക്യൂബ് റൂട്ടിന് പ്രപ്പോർഷണലാണ്. ഓക്കെ, അപ്പോൾ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മാസ് ബൈ വോളിയമാണ്. ഈ മാസ് എന്ന് പറഞ്ഞാൽ അത് മാസ് നമ്പറിന് പ്രപ്പോർഷണലാണ്. കാരണം പ്രോട്ടോൺ ന്യൂട്രോണൊക്കെ മാസ് ഓൾമോസ്റ്റ് സെയിം ആണ്. മാസ് നമ്പർ, അത്രയും ആൾക്കാരുണ്ടല്ലോ, ഡിവൈഡഡ് ബൈ വോളിയം എന്ന് പറഞ്ഞാൽ 4/3 പൈ ആർ ക്യൂബ്. ആറിൻ്റെ ക്യൂബ് എടുക്കുമ്പോൾ വീണ്ടും മാസ് നമ്പർ വരും, അപ്പോൾ എ കട്ടാവും. അപ്പോൾ ഇങ്ങനൊരു റിലേഷൻ വരുന്നത് കൊണ്ടാണ് ഡെൻസിറ്റി എന്താവുന്നത്, കോൺസ്റ്റൻ്റ് ആവുന്നത്. സോ രണ്ടും കറക്റ്റാണ്, കറക്റ്റ് എക്സ്പ്ലനേഷനാണ് ഓപ്ഷൻ 1, 45 ഓപ്ഷൻ 1. ഓക്കെ, അപ്പോൾ നമുക്കൊരു വലിയൊരു കഥ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ കഥ നിങ്ങളെല്ലാവരും വായിച്ചു എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം എ എന്ത് ചെയ്യുന്നു, ഈ മ്യൂസിക്കൽ പരിപാടി കേൾക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു പില്ലറുണ്ട്. ആ പില്ലറിൻ്റെ പുറകിലാണ് എ വന്നിരിക്കുന്നത്. ഓക്കെ, എ വന്ന് ആ പില്ലറിൻ്റെ പിറകിലിരുന്നു. പില്ലറിൻ്റെ പിറകിലിരിക്കുമ്പോൾ നമുക്കറിയാം ഒരു മ്യൂസിക്കൽ പരിപാടി നടക്കുമ്പോൾ ഇങ്ങനൊരു തൂണുണ്ട്, ഒരു പില്ലറുണ്ട്. ആ പില്ലറിൻ്റെ പിറകിൽ കസേരയിട്ടിരുന്നാൽ നമുക്ക് കേൾക്കാൻ പറ്റാൻ പ്രശ്നമൊന്നുമില്ല, നമുക്ക് കേൾക്കാനൊക്കെ പറ്റും ഇല്ലേ. ആ മ്യൂസിക് പരിപാടി കാണാൻ പറ്റില്ലെന്നുള്ളൂ, മ്യൂസിക് പരിപാടി നമുക്ക് കേൾക്കാൻ പറ്റും. എന്തുകൊണ്ടാണ്? ഈ പില്ലറിന് ചുറ്റും വന്നിട്ട് സൗണ്ട് വേവ് ഇങ്ങനെ ബെൻഡ് ഡിഫ്രാക്ട് ചെയ്ത് ബെൻഡ് ചെയ്ത് നമ്മുടെ അടുത്തേക്ക് വരും. അതുകൊണ്ടാണ് പില്ലറിൻ്റെ പിറകെ ഇരുന്നാലും നമുക്ക് കേൾക്കാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഡോറ് പുറത്തേക്കാണ് ബി. അപ്പോൾ ഡോറിൻ്റെ ചെറിയൊരു ഓപ്പണിങ്, സൗണ്ട് വേവ്സ് വന്നിട്ട് സൗണ്ട് വേവിന് അതിന് വേവ് ലെങ്ത് കൂടുതലാണ്. സൗണ്ടിന് വേവ് ലെങ്ത് കൂടുതലാണ്. കമ്പയറിങ് ടു ലൈറ്റ് വേവ് ലെങ്ത് കൂടുതലാണ്. കാരണം ഫ്രീക്വൻസി കുറവാണ്, അതുകൊണ്ട് വേവ് ലെങ്ത് കൂടുതലാണ്. അപ്പോൾ ഈ ഡോറൊക്കെ നമ്മൾ ചെറുതായിട്ട് ഓപ്പൺ ആക്കി ഇടുമ്പം സൗണ്ടിൻ്റെ വേവ് ലെങ്ത്തുമായിട്ട് നോക്കുമ്പോൾ ഈ ഓപ്പണിംഗ് ഒക്കെ വളരെ ചെറുതാണ്. അപ്പോൾ നല്ലപോലെ ഡിഫ്രാക്ട് ചെയ്യും. അപ്പോൾ ഡിഫ്രാക്ട് ചെയ്ത് ബെൻഡ് ചെയ്തിട്ട് ബിയുടെ അടുത്തേക്ക്, അതായത് ബി കുറച്ചൊക്കെ മാറി ഇവിടൊക്കെ നിന്നാലും, കറക്റ്റ് ഇവിടെ നിന്നില്ലെങ്കിലും ബി കുറച്ച് മാറി ഇവിടൊക്കെ നിന്നാൽ പോലും ഈ ഡിഫ്രാക്ഷൻ കാരണം ബിക്ക് സൗണ്ട് കേൾക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു സമ്മറി എന്ന് പറഞ്ഞത്. ഇവിടെ എന്ത് സംഭവിച്ചു എന്നുള്ളതിൻ്റെ സമ്മറി ഇതാണ്. അപ്പോൾ എ ആൻഡ് ബി ഗുഡ് ഹിയർ ദ മ്യൂസിക് പ്രോഗ്രാം. എന്തുകൊണ്ടാണ് എയ്ക്കും ബിക്കും കേൾക്കാൻ പറ്റിയത്? അപ്പോൾ ഒന്ന്, ഇവിടെ പില്ലറിൻ്റെ സൈഡിൽ വന്നിട്ട് സൗണ്ട് ബെൻഡ് ചെയ്തു, ഇവിടെ ഈ ചെറിയ ഓപ്പണിംഗ് കൂടെ ബെൻഡ് ചെയ്തു വന്നു. സോ ഡ്യൂ ടു ഡിഫ്രാക്ഷനാണ്. രണ്ടുപേർക്കും മ്യൂസിക് പരിപാടി കേൾക്കാൻ പറ്റിയത് ഡ്യൂ ടു ഡിഫ്രാക്ഷനാണ്. ഡിഫ്രാക്ഷൻ ഈസ് മോർ പ്രൊനൗൺസ്ഡ് വിത്ത് ഡാഷ് വേവ് ലെങ്ത്ത്. ലോങ്ങർ വേവ് ലെങ്ത്തിൽ ഡിഫ്രാക്ഷൻ കൂടുതൽ പ്രൊനൗൺസ്ഡ് ആയിരിക്കും. കാരണം ഈ സ്ലിറ്റിൻ്റെ സൈസ്, ആ ഓപ്പണിങ്ങിൻ്റെ സൈസ് ചെറുതാകും തോറും the size of the slit should be very small comparing to the wavelength of the wave. അപ്പോൾ വേവ് ലെങ്ത് കൂടുമ്പം നമുക്ക് സ്ലിറ്റിൻ്റെ സൈസ് ആയിട്ട് നോക്കും. സ്ലിറ്റിൻ്റെ സൈസുമായി വേവ് ലെങ്ത് കൂടുതലാണെങ്കിൽ, കമ്പയറിംഗ് ടു ദ സൈസ് ഓഫ് ദ സ്ലിറ്റ് വേവ് ലെങ്ത് കൂടുതലാണെങ്കിൽ ഡിഫ്രാക്ഷൻ നല്ലപോലെ നടക്കും. ദാറ്റ് ഈസ് ഓപ്ഷൻ 1. ഓക്കെ, ഇവിടെ മിനിമം 550 ഹെർട്സും മാക്സിമം 10 കിലോ ഹെർട്സും ഉള്ള രീതിയിലാണ് പ്രോഗ്രാം നടക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏത് ഫ്രീക്വൻസിയാണ് കുറച്ചുകൂടെ നല്ല രീതിയിൽ എക്ക് കേൾക്കാൻ പറ്റുന്നത്, പില്ലറിൻ്റെ അടുത്തിരിക്കുമ്പോൾ കേൾക്കാൻ പറ്റുന്നതെന്നാണ് ചോദ്യം. അപ്പോൾ നമ്മളതൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഫ്രീക്വൻസി കുറയുമ്പം വേവ് ലെങ്ത് കൂടും. ഫ്രീക്വൻസി കുറയുമ്പോൾ വേവ് ലെങ്ത് കൂടും. വേവ് ലെങ്ത് കൂടുതലാണെങ്കിൽ ഡിഫ്രാക്ഷൻ നല്ലപോലെ നടക്കും. ഓക്കെ, സോ 550 ഹെർട്സ് ഇതാണ് കുറച്ചുകൂടി നല്ല രീതിയിൽ അയാൾക്ക് കേൾക്കാൻ പറ്റുന്നത്. ഓപ്ഷൻ 2, ക്വസ്റ്റ്യൻ നമ്പർ 48 ഓപ്ഷൻ 2. ഡിഫ്രാക്ഷൻ ഓഫ് സൗണ്ട് ടേക്സ് പ്ലേസ് മോർ. ഓക്കെ, സൗണ്ട് കൂടുതലായിട്ട് വരും. ഓപ്പണിംഗ് വിത്ത് ഈക്വൽ ടു വേവ് ലെങ്ത് ഓഫ് സൗണ്ട് അല്ല. ഓപ്പണിംഗ് ഹാവിങ് മോർ ദാൻ ഹാവിങ് മോർ വിഡ്ത്ത് അല്ല. ഓപ്പണിംഗ് ഹാവിങ്, ഓക്കെ, അതായത് ആ വിഡ്ത്തിൻ്റെ സൈസ്
വേവ് ലെങ്ത്തുമായി കമ്പയർ ചെയ്യുമ്പോൾ കുറവായിരിക്കണം. അപ്പോഴാണ് നല്ല ഡിഫ്രാക്ഷൻ നടക്കുന്നത്. ആ വിഡ്ത്തിൻ്റെ സൈസ് ഓപ്പണിങ്ങുമായി കമ്പയർ ചെയ്യും, വേവ് ലെങ്ത്തുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആ വിഡ്ത്തിൻ്റെ സൈസ് വേവ് ലെങ്ത്തുമായിട്ട് വരുന്ന സൗണ്ടിൻ്റെ വേവ് ലെങ്ത്തുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറവാണെങ്കിൽ നല്ല രീതിയിൽ ബെൻഡ് ചെയ്ത് ഡിഫ്രാക്ഷൻ നടക്കും. ദാറ്റ് ഈസ് ഓപ്ഷൻ 3. ലാസ്റ്റ് വൺ, ആ ഡോർ ഓഫ് ദി ഹാൾ. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിങ്ങനെ സൗണ്ട് വേവ്സ് ഇങ്ങനെ വരികയല്ലേ, ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഡിഫ്രാക്ഷൻ നടന്നിട്ട് ഇങ്ങനെ വരും. എന്ന് വെച്ചാൽ ഈ ചെറിയൊരു ഓപ്പണിംഗ് ഉണ്ടല്ലോ, അതിവിടെ ഒരു ചെറിയൊരു പോയിൻ്റ് സോഴ്സ് ഓഫ് സൗണ്ടിൻ്റെ ഒരു പോയിൻ്റ് സോഴ്സ് പോലെ ഈ ഓപ്പണിംഗ് ആക്ട് ചെയ്യും. അവിടെ വന്ന് സൗണ്ട് ഓപ്പണിങ്ങിൽ ഡിഫ്രാക്ട് ചെയ്ത് ബെൻഡ് ചെയ്ത് ഇങ്ങനെ പുറത്തേക്ക് പോവും. സ്പെറിക്കൽ വേവ് ഫ്രണ്ട്സ് അല്ലെങ്കിൽ സിലിണ്ടറിക്കൽ വേവ് ഫ്രണ്ട്സ് ആയിട്ട് അതാ വിഡ്ത്തിൻ്റെ ഷേപ്പ് പോലെ ഇരിക്കും. പുറത്തേക്ക് പോകുമ്പോൾ ഇതൊരു പോയിൻ്റ് സോഴ്സ് പോലെ, ഇറ്റ്സ് ആക്ച്വലി നോട്ട് എ സോഴ്സ്, അപ്പോൾ ഒരു സോഴ്സ് പോലെ അത് ബിഹേവ് ചെയ്യും. എ ലോക്കലൈസ്ഡ് സൗണ്ട് സോഴ്സ് ആയിട്ട് അത് ബിഹേവ് ചെയ്യും. ദാറ്റ് ഈസ് 50 ഓപ്ഷൻ 3. ഓക്കെ, ഫൈൻ. അപ്പോൾ എല്ലാവർക്കും എല്ലാം നല്ല രീതിയിൽ. അപ്പോൾ നമുക്ക് ഡിസ്കഷൻ ഓൾമോസ്റ്റ് 45 മിനിറ്റ്സിൽ എനിക്ക് ഡിസ്കസ് ചെയ്ത് തീർക്കാൻ പറ്റിയ 50 ക്വസ്റ്റ്യൻസ്. 50 ക്വസ്റ്റ്യൻസിൽ നമുക്ക് 45 മിനിറ്റ്സിൽ ഡിസ്കസ് ചെയ്ത് തീർക്കാൻ പറ്റിയെങ്കിൽ നിങ്ങൾക്ക് അതിലും ചെറിയ സമയത്ത് ഇത് എഴുതി തീർക്കാൻ പറ്റും. എല്ലാവരും നല്ല രീതിയിൽ അറ്റംപ്റ്റ് ചെയ്തു, നല്ല സ്കോർ കിട്ടിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു വെരി മച്ച്.